നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ മത്സരത്തിനെ കുറിച്ചിട്ടാണ്. 4-0 എന്നുള്ള സ്കോർ ലൈനിൽ സ്പെയിൻ സൗദിനെ ബീറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു കിഡിലനായിട്ടുള്ള കംബാക്ക് ആണ് ആദ്യത്തെ മത്സരത്തിൽ കേപ്പ് വെർദെ ആയിട്ട് ഡ്രോ പിടിച്ചതിന് ശേഷം സ്പെയിൻ കാഴ്ചവെക്കുന്നത്. പ്ലേയിങ് ലെവലിൽ ചേഞ്ചസ് ആയിട്ടാണ് ലഫുവന്റെ തന്റെ ടീമിനെയാണ് നിരത്തിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് റൈറ്റ് ഫുൾ ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന ലൊറന്റേനെ മാറ്റിയിട്ട് പെഡ്രോ പോറോ വരുന്നു. ഓപ്പോസിറ്റ് ഫ്ലാങ്കിൽ വിങ്ങറായിട്ട് കളിച്ചിരുന്ന ഗാവിനെ മാറ്റിയിട്ട് അലക്സ് ബാനനെ വരുത്തുന്നു. ഈ രണ്ട് പ്രൊഫൈലുകളുടെ ചേഞ്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് സ്ട്രോങ് ആക്കാനായിട്ട് പെഡ്രോ പോറോയുടെ ഇൻക്ലൂഷൻ സഹായിച്ചു. ഇത് ക്രോസസ് ആവാം, സ്വിച്ച് ഓഫ് പ്ലേസ് ആവാം, അണ്ടർലാപ്സ് ഓവർലാപ്സ് ആവാം, ഡീപ്പിൽ നിന്നുള്ള ക്രോസസ് ആവാം. എല്ലാ മേഖലയിലും പെഡ്രോ പോറോ ലമീൻ യമാലിനായിട്ട് നല്ല രീതിക്ക് കമ്പൈൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇനി ലെഫ്റ്റ് ഫ്ലാങ്കിലാവട്ടെ ഇൻ ഡെപ്ത് റണ്ണുകൾ നടത്താനും വിഡ്ത്ത് ഹോൾഡ് ചെയ്യാനും ഈവൻ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അലക്സ് ബാനയ്ക്ക് സാധിച്ചു. ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് മത്സരത്തിന്റെ തുടക്കം തന്നെ കാണാനുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡയറക്ട്ലി സ്പെയിനിന്റെ ഷേപ്പിലേക്ക് വരാം. ബിൽഡ് ചെയ്യുമ്പോൾ ഒരു ലോപ്പ് സൈഡ് 3-4-3 എന്നൊരു ഷേപ്പിലാണ് സ്പെയിൻ ബിൽഡ് ചെയ്തിരുന്നത്. റൈറ്റ് ഫ്ലാങ്കിൽ പെഡ്രോ പോറോ ഹൈ ആയിട്ട് പുഷ് ചെയ്യുകയും കുക്കറയ ഈ പറയുന്ന സെന്റർ ബാക്സ് നേരോ ആയിട്ടുള്ള സെന്റർ ബാക്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള റോളിൽ പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒരു 4-4-2 ഷേപ്പിൽ ഡിഫെൻഡ് ചെയ്തിരുന്ന സൗദി അറേബ്യക്കെതിരെ ഇത് പ്ലേ ഔട്ട് ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു സ്പെയിൻ്റെ ഭാഗത്ത് നിന്നിട്ട്. കാരണം ഈ സ്പെയിൻ്റെ സെന്റർ ബാക്സിനെതിരെ മാൻ ടു മാൻ പോവുകയും സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഒരു 6-നെയും 8-നെയും ഒപ്പം, അതായത് ഇവിടെ പെഡ്രിയും റോഡിയും അവർക്കെതിരെ ഒരു മാൻ ടു മാൻ സിസ്റ്റത്തിൽ പോവുകയും ചെയ്യുമ്പോൾ ബാക്കി വരുന്ന പ്ലെയേഴ്സ് ഫുൾ ബാക്സിനെ ജമ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് പ്രസ്സിംഗ് സ്ട്രക്ചറിൽ ഉണ്ടാവുക. ആ ഒരു സ്ട്രക്ചറിലേക്ക് ഡാനി ഓൾമോ ഇറങ്ങി വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു റൈറ്റ് ഫ്ലാങ്കിൽ ഓവർലോഡ് സൃഷ്ടിക്കുകയാണ്. അതായത് 2v1 സിറ്റുവേഷൻ സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ആ ഒരു പ്ലെയർക്ക് കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയും ഒരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെടുകയാണ്. കാരണം ഡാനി ഓൾമോയ്ക്ക് ഫുള്ളായിട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തേർഡ് മാൻ പാസിലൂടെ പെഡ്രോ പോറോനെ കണ്ടെത്താൻ പറ്റും. ഇനി ഹോൾഡ് ചെയ്തിട്ട് പെഡ്രോ പോറോനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഡാനി ഓൾമോ റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോൾ പ്രോഗ്രഷൻ അനുവദിച്ചുകൊണ്ട് ഒരു 50-50 എന്നുള്ള രീതിക്ക് നിന്ന് ഡ്രോപ്പ് ചെയ്യാനേ ഈ പറയുന്ന സൗദി അറേബ്യയുടെ പ്ലെയറിന് സാധിക്കുള്ളൂ. ഇതോടൊപ്പം തന്നെ സ്പെയിൻ ചെയ്തത് പെഡ്രോ പോറോ ഹൈ ആയിട്ട് പുഷ് ചെയ്യുമ്പോൾ ലമീൻ യമാൽ ഇൻസൈഡ് ചാനലിലേക്ക് പോകും എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി വളരെയധികം തോന്നിയിട്ടുണ്ട്. ലമീൻ യമാൽ ഇൻസൈഡ് ചാനൽസിൽ റൈറ്റ് ഫ്ലാങ്കിലുള്ളതിനേക്കാളും ഒരുപാട് ഡേഞ്ചറസ് ആയിരിക്കും എന്നുള്ളത്. ഈ ഒരു സിസ്റ്റത്തിലൂടെ സ്പെയിനിന് അറൗണ്ട് ദ ബ്ലോക്ക് ചാൻസസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. കാരണം പ്രൊഫൈൽസിനനുസരിച്ചുള്ള സിറ്റുവേഷൻസിന് പ്ലെയേഴ്സിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഒരു കോച്ചിൻ്റെ സ്ട്രെങ്ത്. അതേ രീതിക്ക് തന്നെ ക്രോസ് ചെയ്യാനുള്ള പൊസിഷൻസിൽ പെഡ്രോ പോറോനെ കൊണ്ടെത്തിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പെഡ്രോ പോറോ നേടിത്തരും. അത് നല്ല നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ഗോളിൽ വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്നിരുന്നാലും സ്പെയിൻ ബിൽഡ് ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന രീതി സൗദിക്കെതിരെ ഇങ്ങനെയായിരുന്നു. ഇനി ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് സൗദി വേറൊരു രീതി അപ്രോച്ച് ചെയ്ത് നോക്കാം. എന്നാലും സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. സെയിം ഒരു 4-4-2 തന്നെയാണ് ഇരിക്കുന്നത്. ഈ 4-4-2 എന്ന് പറയുമ്പോൾ പല രീതിക്ക് നമുക്ക് ഈ ഒരു ഷേപ്പിനെ ഉപയോഗിക്കാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ട് സെൻറ്റർ ബാക്സിനെ രണ്ട് ഫ്രണ്ട് ലൈനിലുള്ള പ്ലേയേഴ്സ് ഡയറക്റ്റ് പ്രസ് ചെയ്യുന്നു, ഒരു മാൻ ടു മാൻ സിസ്റ്റത്തിൽ നിന്നുള്ള പോലെ. ഇവിടെ നോക്കിയേ, ഒരു ഡയഗണലായിട്ട് ഉള്ള രീതിക്കാണ് ഈ പറയുന്ന ഫ്രണ്ട് ടൂനെ ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റർ ബാക്ക് പാസ് റിസീവ് ചെയ്യുമ്പോൾ സൗദിയുടെ ഫ്രണ്ട് ലൈനിലുള്ള ഒരു പ്ലെയർ പ്രസ് ചെയ്യാൻ പോകും. മറ്റു പ്ലെയർ എന്ത് ചെയ്യും? ഈ പറയുന്ന 6-നെ, അതായത് റോഡ്രിയാണോ പെഡ്രിയാണോ അവിടെ വരുന്നത്, ആരാണെങ്കിലും ആ ഒരു 6-നെ കവർ ചെയ്യാനായിട്ട് നിൽക്കും. അപ്പോൾ നേരത്തെ ഈ പറയുന്ന 4-4-2 സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ രണ്ട് പ്ലെയേഴ്സ് മാൻ ടു മാൻ സ്പെയിനിൻ്റെ മിഡ്ഫീൽഡേഴ്സിനെതിരെ പോയിരുന്നു. റോഡ്രിക്കും പെഡ്രിക്കെതിരെ മാൻ ടു മാൻ പോയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഡാനി ഓൾമോ അവിടെ ഫ്രീ ആയിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചർ ഇവർ ട്രൈ ചെയ്തത്. ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ബാക്ക് ഫോറിൽ ഒരു +1 അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബേസിക്കലി. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യും? ഇൻസൈഡിൽ നിന്നിട്ട് ഔട്ട് സൈഡിലേക്ക് പ്രസ് ചെയ്യും. അപ്പോൾ ഒരു ഓപ്പോസിഷൻ ടീമിനെ ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാങ്കിലേക്ക് ഫോഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിട്ട് അവിടെ ഒരു മാൻ ടു മാൻ പ്രസ്സിംഗ് സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സൈഡ് ലൈൻ ഒരു എക്സ്ട്രാ ഡിഫറൻറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അവിടെ ബോൾ വിൻ ചെയ്യാൻ നോക്കുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. എന്നാൽ ഇതിനും ഡാനി ഓൾമോയ്ക്കും സ്പെയിനും ഉത്തരവുണ്ടായിരുന്നു. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നോക്കിയാൽ ഡാനി ഓൾമോനെ ഉപയോഗിച്ചിട്ട് ഫ്രീ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള സെൻറ്റർ ബാക്ക്, അതായത് ഇതിൽ വരുന്നത് സ്പെയർ പ്ലെയർ ആരാ? രണ്ട് സെൻറ്റർ ബാക്സിനെ മാൻ ടു മാൻ പ്രസ് ചെയ്യുമ്പോൾ രണ്ട് സെൻറ്റർ ബാക്സും ഓക്യുപ്പൈഡ് ആയനെ പ്രസ്സിംഗ് സ്ട്രക്ചറിൽ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഫ്രണ്ട് ലൈനിലുള്ള രണ്ട് പ്ലേയേഴ്സ്, ഒരാൾ 6-ൻ്റെ ഒപ്പം പോവുകയും ഒരാൾ മാത്രം സെൻറ്റർ ബാക്കിൻ്റെ ഒപ്പം പോകുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള സെൻറ്റർ ബാക്ക് ഫ്രീ ആയിരിക്കും. ഈ ഒരു പാസിംഗ് ലൈൻ കട്ട് ചെയ്യാനായിട്ടുള്ള സക്സസ് നമുക്ക് കൈവരിച്ചാലാണ് ഈ ഒരു പ്രസ്സിങ്ങിൽ നമുക്ക് സക്സസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ടേൺ ഓവേഴ്സ് ഉണ്ടാവുക. പക്ഷേ ഇതിനെ ടെക്നിക്കൽ എബിലിറ്റി ഉപയോഗിച്ചിട്ട് സ്പെയിൻ തേർഡ് മാൻ പാസസിലൂടെ ഓപ്പോസിറ്റ് സെൻറ്റർ ബാക്കിനെ കണ്ടെത്തുന്നു.
അപ്പോഴെന്ത് സംഭവിക്കും? വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷൻസിൽ നമ്മൾ ഓപ്പോസിഷൻ അല്ലെങ്കിൽ സ്പെയിൻ എത്തിപ്പെടും. കാരണം എല്ലാ പ്ലേയേഴ്സും നമ്മൾ വിചാരിച്ചു ഒരു സൈഡിലേക്ക് പിച്ചിനെ ക്വാർട്ടർ ഓഫ് ദ പിച്ച് ആക്കിയിട്ട് നമുക്ക് അവിടെ പ്രസ് ചെയ്ത് വിൻ ചെയ്യാമെന്ന് വിചാരിക്കും. ആ ഒരു സ്ട്രക്ചർ പൊട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് സ്പേസസ് ഉണ്ടാവും. നോക്കി, സെൻറ്റർ ബാക്കിന് ഇഷ്ടം പോലെ സ്പേസ് ആണ് അവിടെ ക്യാരി ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട്. സോ സൗദി കൊടുത്തിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സ്പെയിനിന് ഉത്തരമുണ്ടായിരുന്നു. ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു ടാക്ടിക്കലി ഫസ്റ്റ് ഹാഫ് എന്നുള്ളതായിരുന്നു ഇന്നലത്തെ യാഥാർത്ഥ്യം. ഇതവിടെ തീരുന്നില്ല. സ്പെയിൻ്റെ മിഡ്ഫീൽഡേഴ്സ് ബുദ്ധിപരമായിട്ട് ആ റണ്ണ് കണ്ടിന്യൂ ചെയ്തിട്ട് അവിടെ നിന്ന് ലിങ്ക് ചെയ്ത് ഇൻ ബിഹൈൻഡൊക്കെ ബോളുകൾ കൊടുക്കാനായിട്ട് പൊസിഷൻസ് എടുത്തിരുന്നു. അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അലക്സ് ബെയ്നൊക്കെ ഇൻഡെപ്തിൽ റണ്ണുകൾ നടത്താൻ പറ്റിയൊരു പ്ലെയർ ആണെന്നുള്ളത്. അദ്ദേഹത്തിനൊക്കെ പക്കയായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇന്നലെ സ്പെയിൻ ഇതുകൊണ്ട് തന്നെ സാധിച്ചു. ഇപ്പോൾ ഈ മിഡ്ഫീൽഡിൻ്റെ കാര്യം പറയുമ്പോൾ സ്പെയിൻ്റെ മിഡ്ഫീൽഡ് 3യുടെ മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വെർട്ടിക്കലായിട്ടും ഹൊറിസോണലായിട്ടും അവർ അടിപൊളിയായിട്ട് മൂവ്മെൻറ്റ്സ് എടുത്തിരുന്നു. ഒരു 2-3-5 എന്നുള്ള ഷേപ്പിലേക്കായിരുന്നു സ്പെയിൻ അറ്റാക്കിംഗ് തേർഡിൽ സ്ട്രക്ചർ ചെയ്തിരുന്നത്. ഇതൊരു 5-4-1 മിഡ് ബ്ലോക്കിലിരിക്കുന്ന സൗദിക്കെതിരെയായിരുന്നു ഇങ്ങനെ ഒരു ഷേപ്പ് എടുത്തിരുന്നത്. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് പൊസിഷൻസ് എടുക്കാനായിട്ട് ഡാനി ഓൾമോവും പെഡ്രിയും ഒരുപാടധികം ശ്രദ്ധിച്ചിരുന്നു. ഇതിനാൽ തന്നെ ഇവിടെ നിന്നിട്ട് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് റിസീവ് ചെയ്തിട്ട് ഔട്ടർ ചാനൽസിൽ കമ്പൈൻ ചെയ്യാനും ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്തുന്ന ഒയർസബാലിനും അല്ലെങ്കിൽ ബയനയ്ക്കായാലും അല്ലെങ്കിൽ ഈവൻ അണ്ടർലാപ്സ് നടത്തുന്ന കുക്കറയ്ക്കായാലും ഇത് കമ്പൈൻ ചെയ്തിട്ട് പ്ലേ ചെയ്യാനായിട്ട് സ്പെയിൻ ഇന്നലെ സാധിച്ചു. ഫസ്റ്റ് ഗെയിമിലൊക്കെ ടച്ചസ് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടിയിരുന്ന ഒയർസബാൽ ഈ ഗെയിമിലേക്ക് വന്നപ്പോൾ 2 ഗോളുകളും ഒരു അസിസ്റ്റും സ്കോർ ചെയ്യാണ്. ഇതിന് പ്രധാന കാരണം ഈ പറയുന്ന വെർട്ടിക്കാലിറ്റിയും മൂവ്മെന്റ്സും തന്നെയാണ്. ഒരുപാട് ടച്ചസ് എടുക്കാൻ സാധിക്കുന്നു, ഇൻ ബിഹൈൻഡ് ചാനൽസ് റണ്ണ് നടത്തുന്നു, അവിടെ നിന്ന് റിസീവ് ചെയ്തിട്ട് ഈ ബോക്സിലേക്കുള്ള ബോളുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഒയർസബാൽ ഇന്നലെ. ഈ ഒരു മിഡ്ഫീൽഡ് 3 ടൈറ്റ് സ്പേസസിൽ എക്സൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഡിസ്റ്റൻസസ് വളരെയധികം പെർഫെക്റ്റ്ലി റേഷ്യോഡ് ആയിരുന്നു. ഈ പറയുന്ന സ്വിച്ച് ഓഫ് പ്ലേസിന് വളരെ ഇമ്പോർട്ടൻസ് ഇന്നലെ ഉണ്ടായിരുന്നു. കാരണം ലമീൻ യമാൽ 2-3 പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ എത്രയും അധികം സ്പെയിനിന് അറൗണ്ട് ദ ബ്ലോക്ക് ബോൾ മൂവ് ചെയ്യാൻ പറ്റുന്നു അത്രയും അധികം സ്പേസസ് അവിടെ ക്രിയേറ്റ് ആവും, പ്രത്യേകിച്ച് ഹാഫ് സ്പേസസ്. റൈറ്റ് ഫ്ലാങ്കിലേക്ക് വരുമ്പോൾ പെഡ്രോ പോറോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ വഹിക്കുന്നു. കാരണം ഈ ഒരു സ്വിച്ച് ഓഫ് പ്ലേസ് നടത്തുമ്പോൾ ലമീൻ യമാലിലേക്ക് പ്ലേയേഴ്സ് അട്രാക്ട് ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ ബോൾ ക്വിക്കായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ പെഡ്രോ പോറോയ്ക്ക് ഹാഫ് സ്പേസസിൽ റിസീവ് ചെയ്തിട്ട് ഷോട്ട്സ് എടുക്കാനോ ക്രോസസ് കൊടുക്കാനോ ഉള്ള ടൈമും ആക്യുറസി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് സ്വിച്ചസ് നടത്തിയിട്ടും പെഡ്രോ പോറോ അവിടെ നിന്ന് കൊടുക്കുന്ന എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഡെലിവറിയും കാരണമാണ് തേർഡ് ഗോൾ സ്പെയിനിന് സംഭവിക്കുന്നത്. അവിടെ നിന്ന് കുക്കറയുടെയും ഡാനിയോൽമയുടെയും കിടലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. എന്നിരുന്നാലും ആ ഒരു മൂവ് തുടങ്ങിയത് ഈ പറയുന്ന ഹാഫ് സ്പേസസ് സ്പെയിൻ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെയും അവരുടെ ബ്ലോക്കിൽ ഇരുത്തിയതിൻ്റെ ഗുണവും കൂടിയിട്ടായിരുന്നു. ഇനി സൗദിയെ സംബന്ധിച്ചിട്ട് സൗദി ലോങ് പോകാൻ തീരുമാനിക്കുകയാണ്. ഒരു 5-2-3 എന്നുള്ള ഷേപ്പിലേക്കാണ് സൗദി ലോങ് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതിൽ പക്ഷേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്പെയിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു 5-2-3-ക്കെതിരെ ലോങ് പോകുമ്പോൾ ഒരു ബാക്ക് ഫൈവിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്പെയിൻ ശ്രമിച്ചിരുന്നു. ഇതിൽ റോഡ്രി ബാക്ക് ഫോറിലേക്ക് ഇൻഡൾജ് ആയിട്ടൊരു ബാക്ക് ഫൈവ് സൃഷ്ടിക്കുകയും സെൻട്രൽ ഓവർലോഡ് സ്പെയിനിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണ്. ഈ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് അറ്റാക്കിനെതിരെ ഒരു 4v2 സിറ്റുവേഷൻ സ്പെയിനിന് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി റോഡ്രി ആണ് ആ ഒരു ഡ്യുവലിന് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5v3 സിറ്റുവേഷൻ ആയിട്ട് അത് മാറും. ഇത് എപ്പോഴാണ് പ്രശ്നമാവുന്നത്? സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യാനായിട്ട് സ്പെയിനിന് ഇതുകൊണ്ട് തന്നെ സാധ്യതകൾ കൂടുന്നു. ഇനി ഇൻ ബിഹൈൻഡ് ഫ്ലിക്കുകൾ ഡീൽ ചെയ്യാനായിട്ട് സ്പെയിൻ ഒരു 4v2 സിറ്റുവേഷൻ ആണ് വിച്ച് അവർ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യുകയും അവിടെ നിന്ന് ട്രാൻസിഷൻസ് ഓൺ ആക്കാനും സ്പെയിനിന് സാധ്യതകളുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗോളിലേക്ക് വരാം. സെയിം ആയിട്ട് ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. 5-2-3 എന്നുള്ള ഷേപ്പിൽ തന്നെയാണ് സൗദി ഇരിക്കുന്നത്. പക്ഷേ ഈ തവണ വരുമ്പോൾ സ്പെയിൻ ചെറിയൊരു ട്വീക്ക് നടത്താണ്. ഒയർസബാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പൊസിഷൻ എടുത്തിരുന്ന ഒയർസബാൽ കുറച്ചുകൂടെ ഹൈ അപ്പ് ദ പിച്ച് പൊസിഷൻ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു അപ്പ് ബാക്ക് ആൻഡ് ത്രൂ എന്നുള്ള പോസിബിലിറ്റി സ്പെയിൻ അവിടെ ഓൺ ആവുന്നു ട്രാൻസിഷനിൽ. ഇത് ചെയ്യുമ്പോഴും ഒരു 4v2 ഓവർലോഡ് മിഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻട്രൽ ചാനൽ എന്നുള്ളത് സ്പെയിന് സെക്യൂർ ആയിട്ടുള്ള ഒരു റഡാറും കൂടിയാണ്. അവിടെ ഫസ്റ്റ് കോൺടാക്ട് വിൻ ചെയ്യുന്ന പെഡ്രി നേരെ ഒയർസബാലിലേക്ക് ഹെഡ് ചെയ്യാണ്. സെക്കൻഡ് കോൺടാക്ട് നേരെ ലേ ഓഫ് ചെയ്തിട്ട് അലക്സ് ബെയ്നയ്ക്ക് ഒയർസബാൽ കൊടുക്കുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു ത്രൂ ബോൾ അലക്സ് ബെയ്ന ഒയർസബാലിന് പ്ലേ ചെയ്യാണ്. ഈ ഒരു കോമ്പിനേഷനെയാണ് കേട്ടോ നമ്മൾ അപ്പ് ബാക്ക് ആൻഡ് ത്രൂ എന്ന് പറയുക. ഒയർസബാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കൽ റൺസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻ ബിഹൈൻഡ് ആ സ്പേസസിൽ ഹാഫ് സ്പേസസിൽ റണ്ണ് നടത്തുന്നു. ആ ബോൾ റിസീവ് ചെയ്തിട്ട് നല്ലൊരു കിഡിലായിട്ടുള്ള ക്രോസ് കൊടുക്കുകയാണ്. എന്തിന്? ലമീൻ യമാലിന് തൻ്റെ വേൾഡ് കപ്പിലെ കരിയറിലെ ആദ്യത്തെ ഗോള് നേടാനായിട്ടുള്ള ക്രോസ് ആയിരുന്നു അത്. എന്തായാലും സ്പെയിൻ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തിരുന്നൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് ഗെയിം സീൽ ഔട്ട് ചെയ്യാനായിട്ട് സ്പെയിന് സാധിച്ചു. 4-0 എന്നുള്ള സ്കോർ ലൈനിൽ യമാലൊക്കെ ഫസ്റ്റ് ഹാഫിന് ശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. സ്പെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അണ്ടർ റേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടീമല്ല. ആദ്യത്തെ ഗെയിമിൽ കേപ്പ് വെർഡെക്കെതിരെ ഡ്രോ പിടിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ കാണുന്ന സ്പെയിൻ, പ്രത്യേകിച്ച് ഇനി നീക്കോ വില്യംസും കൂടെ ഫിറ്റായി വന്നു കഴിഞ്ഞാൽ ലമീൻ യമാലിന് ഫുള്ളി ഫിറ്റായിട്ടൊരു 90 മിനിറ്റ്സും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടി എത്തിക്കഴിഞ്ഞാൽ
സ്പെയിൻ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. ചാൻസസ് ഉള്ള ടീമുകളിൽ ഞാൻ പറയും ആദ്യ 4-ൽ ഉറപ്പായും വരുന്നൊരു ടീമാണ് സ്പെയിൻ എന്നുള്ളത്. പ്രത്യേകിച്ച് അവർ ഭയങ്കര വേഴ്സറ്റൈലാണ്. ഈ പറയുന്ന ഹൈ പ്രസിങ് ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ വേണമെങ്കിൽ കളിക്കാം, സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്സ് ചെയ്യണമെങ്കിൽ കളിക്കാം, പൊസഷൻ നേടിക്കൊണ്ട് ഗെയിമിനെ കൺട്രോൾ ചെയ്തിട്ട് സിറ്റ് ബാക്ക് ചെയ്യിക്കാം ഓപ്പോസിഷനെ. എല്ലാ വിധത്തിലുള്ള പ്രൊഫൈൽസും അടങ്ങുന്ന ഒരു ടീം കൂടിയാണ് സ്പെയിൻ. ഒബ്വിയസ്ലി അവരുടെ മാനേജർ അവരൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയിരിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഫുട്ബോളാണ്. നമുക്ക് ഒരു ടീമിനെ കുറിച്ച് നല്ലത് പറയാം, പക്ഷേ ആ ഒരു ടീം ഒരിക്കലും ജയിച്ചു കൂടണം എന്നില്ല, അല്ലെങ്കിൽ തോറ്റുകൂടണം എന്നില്ല. അതാണ് ഫുട്ബോളിൻ്റെ ഭംഗി. സോ അങ്ങനെയായിരുന്നു ഈ മാച്ചിൻ്റെ വിശേഷങ്ങൾ, അനാലിസിസ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. തരുന്ന ഒരുപാട് സപ്പോർട്ടുകൾക്ക് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ഏതൊക്കെ ഗെയിംസുകളാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. നമുക്കത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്. വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ.